ഹലോ ഗായ്സ്, എല്ലാരും ചാർജ് അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടാണെന്ന് അറിയോ ഗായ്സ്? മണ്ണാറശാല അമ്മയുടെ ക്ഷേത്രത്തിലാണ് ഗായ്സ്. നിങ്ങളിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗായ്സ്. അകത്തെ വീഡിയോ ഒന്നും നമ്മളെ കൊണ്ട് അടുപ്പിക്കില്ല ഗായ്സ്. അതുകൊണ്ട് ഇതേ പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗായ്സ് മണ്ണാറശാല അമ്പലത്തിൽ പോകണമെന്നുള്ളത്. അച്ഛനും ചേട്ടനും അമ്മയൊക്കെ നേരത്തെ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് പോകുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഒന്ന് പോകണം. ഞാനും ചേച്ചി അമ്മയും കൂടാണ് ഗൈസ് പോയത്. റിച്ചു ആളൊരു കുട്ടിക്കുറുമ്പനായതുകൊണ്ട് തന്നെ ചേച്ചി റിച്ചുവിനെ കൊണ്ടുവന്നില്ല ഗൈസ്. റിച്ചുവും കൂടെ ഉണ്ടായിരുന്ന നല്ല വൈബായിരുന്നു ഗൈസ്. നല്ല തണുത്ത കാറ്റും എല്ലാം കൊണ്ടും മനസ്സ് വളരെ ശാന്തമായിരുന്നു ഗൈസ്. ഞങ്ങളിതേ പുറത്തേക്ക് പോവാണ് ഗൈസ്. പ്രകൃതിയിലെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിത് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ഗൈസ്. അമ്പലമെന്ന് പറയുമെങ്കിലും ഇതൊരു കാവാണ് ഗൈസ്. ചേച്ചീൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് ഗൈസ്. ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഗൈസ് ചെന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഞങ്ങളിതേ കുളം കാണാൻ പോയിട്ട് വരികയാണ് ഗൈസ്. അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു ഗൈസ്. അച്ഛനാണെങ്കിൽ എന്നെ കുറേ നാളായിട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞു എനിക്ക് പ്രോമിസൊക്കെ തന്നതായിരുന്നു ഗൈസ്. എൻ്റെ ആഗ്രഹം പോലെ ഇവിടെ വന്നപ്പം ഒരുപാട് സന്തോഷമായി ഗൈസ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായി ഗൈസ്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്. ചേച്ചിയും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഗൈസ്. ഭയങ്കര ചൂടല്ല ഗൈസ്? ചൂടാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അല്ല ഗൈസ്? അല്ലെങ്കിൽ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ഉത്സാഹമാണ് അല്ല ഗൈസ്? അത് നമുക്ക് തന്നെ അറിയില്ല എന്താന്ന്. ഒരു പ്രത്യേക ഒരു ഉന്മേഷം നമുക്ക് എവിടുന്നോ കിട്ടുന്ന പോലെയാണ് അല്ലേ ഗൈസ്? ചേച്ചിക്ക് അവിടെ നിന്ന് കുറേ കൂടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് കുളത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങി പോന്നു ഗൈസ്. അമ്മയും ചേച്ചിയും കൂടെ എന്തൊക്കെയോ വലിയ കാര്യം പറച്ചിലാണ് ഗൈസ്. ഇപ്പം ഞാനൊന്ന് കാതോർക്കുന്നു. അമ്മ റിച്ചൂട്ടനെ പറ്റിയാണ് ചോദിക്കുന്നത്. കുഞ്ഞിന് വല്ല കളിപ്പാട്ടവും മേടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ദാ ആ കട. വിഷമിക്കണ്ട, നമ്മളിതേ ആ കടയുടെ അടുത്തേക്കാണ് ഗൈസ് പോകുന്നത്. കടയുടെ മനോഹാരിതയും കണ്ട് കുറച്ച് നേരം ദേ അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. ഇതിവിടുത്തെ നേരത്തെ ഉള്ള അമ്മയുടെ ഫോട്ടോ ആണ് ഗൈസ്. ഇപ്പം അമ്മ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി ഗൈസ്. അമ്മയുടെ ഫോട്ടോയൊക്കെ കണ്ട് ഇതേ കടയുടെ അവിടെ ഞങ്ങളിങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങാനുള്ളൊരു പരക്കം പാച്ചിലാണ് ഗൈസ്. ഏതുവഴിയാണ് വെളിയിലോട്ട് ഇറങ്ങേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോഴാണ് ദേ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കണ്ടത് ഗൈസ്. ഒരു വിധത്തിൽ തപ്പിപ്പിടിച്ചതേ ഇതുവഴിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ അതുവഴി പോവാണ് ഗൈസ്. കറക്റ്റ് വഴിയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഏകദേശം കറക്റ്റ് വഴിയാണെന്നാണ് തോന്നുന്നത് അല്ല ഗൈസ്? അതിൻ്റെ ഇടയ്ക്ക് അച്ഛനൊന്ന് വിളിച്ചായിരുന്നു ഗൈസ്. എവിടെ എത്തിയെന്നു എന്തൊക്കെയായി കാര്യങ്ങളെന്നും ഒക്കെ അറിയാനായിട്ട്. കൊള്ളാമല്ല ഗൈസ്, നല്ല കാർ. ആരുടെയാണോ എന്തോ. രണ്ടും കൂടെ ഏതാണ്ട് കാര്യമായിട്ട് സംസാരിച്ച് പോവാണ് ഗൈസ്. നമ്മളൊന്നും കൂട്ടുന്നില്ല. നമ്മളീ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ ഗൈസ്? പറയാം. ആദ്യം ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം ഗൈസ്. അങ്ങനെ നമ്മളിതേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. ഇനിയാണ് ഗൈസ് ചെരുപ്പ് കണ്ടുപിടിക്കേണ്ടത്. എവിടാ ഇട്ടിട്ട് പോയെന്ന് നോക്കണ്ടേ? പിന്നെ ചെരുപ്പൊക്കെ ഇട്ടതേ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ ഗൈസ്? പറഞ്ഞു തരാം. കുഴിമണ്ണിനകത്തൂടെ നടക്കാൻ നല്ല രസമല്ലേ ഗൈസ്? എന്തായാലും നിങ്ങളൊന്ന് തീർച്ചയായും പോകേണ്ട ഒരു അമ്പലം തന്നെയാണ് ഗൈസ് ഇത്. ഞാനാണ് സത്യം പറഞ്ഞ് നടക്കുമല്ലായിരുന്നു കുഴിമണ്ണിൽ കൂടെ. ഓടുകയായിരുന്നു ഗൈസ്, ഓടുകയായിരുന്നു. ഇതാണ് ഗൈസ് ആ സർപ്രൈസ്. ഇതാ കണ്ടോളൂ. എന്താ അല്ലേ? കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസമല്ലേ ഗൈസ്? അപ്പോൾ ഈ കുളം കണ്ടുപിടിക്കാനായിരുന്നു ഗൈസ് ഞങ്ങൾ ഇത്രയും നേരം നടന്നതൊക്കെ. വല്യപ്പനൊക്കെ പോയി കാലും കൈയും കഴുകുകയാണ് ഗൈസ്. ഞങ്ങളുള്ളി ആസ്വാദനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അങ്ങനെ കുറേ നേരം കൂടെ അവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് ഗൈസ്. എപ്പോഴും ഇങ്ങനെ നല്ല മൊമെൻറ്റ്സ് ഒന്നും കിട്ടണമെന്നില്ലല്ലോ ഗൈസ്. അപ്പം നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. പറ്റുകയാണെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഹാപ്പിനെസ് ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവർ കാണുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചിരിക്കാൻ പറ്റിയാൽ മതി. അത് തന്നെ ഒരു വലിയ കാര്യമാണ് ഗൈസ്. അപ്പം ഞങ്ങളിതേ പോയ വഴിയെ തന്നെ തിരിച്ചു വരികയാണ് ഗൈസ്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്.
ഞാൻ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ഗൈസ്. ആദ്യം വിചാരിച്ചത് ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നായിരുന്നു ഗൈസ്. അപ്പോഴാണ് ഗൈസ് അന്നദാനം കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടത് ഗൈസ്. പിന്നെ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു ഗൈസ്. കൂപ്പൺ ഉണ്ടായിരുന്നു ഗൈസ്. കൂപ്പണും കൊണ്ട് ഞങ്ങളിതേ അകത്തോട്ട് കയറി ഗൈസ്. ഞങ്ങളിതേ അന്നദാനം കഴിക്കുകയാണ് ഗൈസ്. അമ്മ നേരത്തെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അന്നദാനം കഴിക്കാൻ കയറുന്നത് ഗൈസ്. ഇറങ്ങിയ ഉടനെ തന്നെ പത്തനംതിട്ടയ്ക്കുള്ള ബസ് കിട്ടി ഗൈസ്. പത്തനംതിട്ട വന്നിറങ്ങിയപ്പോൾ ഞങ്ങളൊരു കോഫിയും പപ്സും കഴിക്കാൻ കയറിയതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ.